ഹലോ. അപ്പോൾ നമുക്കിന്ന് ഒരു സാധാരണ ഡെയിലി വ്ളോഗ് ആയിട്ട് നമുക്ക് കുറച്ച് ടൈം അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കണമൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളിപ്പുറത്ത് എന്താ പറയുക, ഉപ്പേരിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെണ്ടക്ക കറിക്ക് വേണ്ടിയിട്ട് വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെണ്ടക്ക കറി ഉണ്ടാക്കാൻ, അപ്പോൾ അത് വെണ്ടക്ക കറി ഉണ്ടാക്കാൻ അപ്പോൾ അതിൽ തക്കാളി, ഗ്രീൻ ചില്ലി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കത് കറിയാക്കണം. അപ്പോഴും അവിടെ നമ്മൾ കിച്ചണിൽ എന്ത് ചെയ്യണം, അടുപ്പിലോട്ട് അത് വെച്ചിട്ട് നമ്മൾ അത് പാകമായി കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കറിക്കും കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പം നമ്മൾ കേബേജ് കട്ട് ചെയ്തിന് ഈ കേബേജ് ഇതിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതാണ് കേബേജ് കട്ട് ചെയ്തിട്ട് കണ്ടോ. പിന്നെ നമ്മൾ കത്തിയും കൊണ്ടല്ല, ഇതുപോലുള്ള ഇത് മേടിച്ചാൽ കിട്ടും നമുക്ക് കട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ കിട്ടും അല്ലേ. പിന്നെ എന്താ എത്ര അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ. ഇത് നല്ല സ്ലൈസ് പോലെ ആണല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെന്താ ഇതിനി നമുക്ക് ഇന്ന് സാധാ ചോറും വെണ്ടക്ക കറിയും കേബേജ് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കേബേജ് നമ്മൾ ഒരു ചെറിയ ഉള്ളിയും കടുക് ഇട്ടിട്ട് നമ്മൾ എണ്ണയിലോട്ടിട്ടിട്ട് നമ്മൾ അത് കഴുകിയിട്ട് അതിലോട്ടിട്ടിട്ട് വെക്കും. പിന്നെ വെണ്ടക്ക കറിക്ക് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക കറി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിച്ച് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, വെണ്ടക്ക കറി വെച്ചിട്ട് കേബേജ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.